ചായ എടുക്കടി. ആൽവി എന്തി? അവൻ എഴുന്നേറ്റ് അവിടെയെങ്ങാനും കാണും. അതെന്നാ നിങ്ങൾ അലക്സീനെ അന്വേഷിക്കാത്തെ? ഒരുത്തനെ മാത്രം മതിയോ? അതെങ്ങനെ ചോദിക്കാനാ? ആ സ്വഭാവം നന്നാവണം. ഇച്ചിരിയേലും പറഞ്ഞാൽ അനുസരിക്കണം. അപ്പനാണെന്നുള്ള വിചാരം പോലും അവനില്ലല്ലോ. ഞാൻ കഴിഞ്ഞാൽ അടുത്തത് ഈ ഗ്രാമം നോക്കണ്ട അവനാ. പക്ഷെ അവനോ ഇങ്ങനെ നടക്കുക ആൾക്കാരെ പറയിപ്പിക്കാൻ. അവൻ എന്നാ ഇന്ന് ചെയ്തേ? അവന് നാട്ടുകാരെ നോക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള അലക്സിക്ക. എന്നാ അമ്മ രാവിലെ തന്നെ അപ്പയായിട്ട് അടിയാണോ? ഓ, ഇപ്പം ഞാനല്ലോ പ്രശ്നക്കാരി. നിന്റെ അപ്പം പുണ്യാളന്. ഓ എൻ്റെ പൊന്നമ്മേ, ചാക്കുട്ടൻ അങ്ങനെയല്ല പറഞ്ഞേ. എൻ്റെ വീക്കൂട്ടൻ എഴുന്നേറ്റോ? നിൻ്റെ അമ്മയ്ക്ക് വേറെന്താ ഇവിടെ ജോലി? ഞാനുമായി അടിയല്ലേ ഏത് നേരോ? എനിക്ക് അന്നേ കുറേ പ്രപ്പോസൽ വന്നതാ. പിന്നെ നിൻ്റെ അമ്മയുടെ സൗന്ദര്യം കണ്ട് മയങ്ങിയിട്ടൊന്നുമല്ല. പിന്നെ പാവമല്ലോ എന്നോർത്ത് കെട്ടിയതാ. എനിക്ക് എന്നാ മനുഷ്യ ഒരു കുഴപ്പം ഇപ്പം? എന്നെക്കൊണ്ട് പറയിപ്പിക്കല്ലേ. എൻ്റെ പൊന്നപ്പ, അമ്മേനെ അറിയാലോ, ഒന്ന് ക്ഷമിച്ചോട്. അല്ല അമ്മേ, അലക്സിച്ചായൻ ജോഗിങ്ങിന് പോയിട്ട് വന്നില്ലേ? അലക്സിച്ചായം വന്നല്ലോ എൻ്റെ ടേ ബേബി. ഇച്ചായൻ വന്നോ? കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് ടേക്കൂട്ടന് അലക്സിച്ചായൻ വാരിത്തരണം. അതിനെന്താ, എൻ്റെ ടേക്കൂട്ടന് ഇച്ചായം വാരിത്തരാം. അമ്മേ, നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ കൊറിയയ്ക്ക് പോവാം. എനിക്ക് ജോലി കിട്ടി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? നാളെ പോകണം. ആണോ? കൺഗ്രാജുലേഷൻ ഇച്ചായ. അലക്സിച്ചായ, ഇച്ചായനെ ടേക്കൂട്ടൻ നല്ലപോലെ മിസ് ചെയ്യും. ഇച്ചായൻ പോയാൽ ടേക്കൂട്ടൻ ഒറ്റയ്ക്കാണ്. എൻ്റെ ടേ ബേബി, ഇച്ചായൻ ജോലിക്ക് പോയിട്ട് വേഗം വരാം. എന്നിട്ട് എൻ്റെ ടേ ബേബീനെയും കൊണ്ടുപോവാം. ശരിക്കും? അന്നാ എനിക്ക് പ്രോമിസ് ചെയ്യ്, ഇച്ചായൻ പോയിട്ട് വരൂന്ന്, എന്നെയും കൊണ്ടുപോകുന്നു. എറിക്കിച്ചായൻ പോയിട്ട് വിളിക്കുന്നു പോലും ഇല്ല. ടേ ബേബിക്ക് നല്ല സങ്കടമാണ്. നിങ്ങൾ രണ്ട് ഇച്ചായന്മാർക്കും ഒരനിയനേ ഉള്ളല്ലോ, എന്നിട്ട് ആ അനിയനെ നോക്കുന്നു പോലും ഇല്ല നിങ്ങൾ. ഓ മതി മതി, ടേ ബേബി പോയി കടന്നോ. എറിക്കിച്ചായനോട് ഞാൻ പറയാം. ഫസ്റ്റ് ഡേ ആയിട്ട് കോളേജിൽ ഒരെണ്ണം നല്ലതില്ലല്ലോ. എന്തുവാടെ ഇത്? നീ പേടിക്കണ്ട, നിനക്കുള്ള പണി ദേ വരുന്നുണ്ട്. ഹായ് കുക്കി, നീ നേരത്തെ വന്നോ? എങ്ങനെയാ വന്നേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? നീ ഒന്ന് ശ്വാസം വിട്ട് സമാധാനത്തിൽ പറയടാ. ആടാ, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ. ഇന്ന് നേരത്തെ ഇറങ്ങി. അനിയൻ എന്നെ ഇവിടെ നിൽക്കുന്നേ ക്ലാസ്സിൽ കയറാണ്ട്? അത് വേണ്ടായിരുന്നു. ചെറുക്കന് വിഷമായി കാണൂടാ കുക്കി. ആണോടാ? നിനക്ക് വിഷമായോ? അങ്ങനെയൊന്നുമില്ല കുക്കി. എനിക്ക് നേരത്തെ ക്ലാസ് ഉണ്ട്, ഞാൻ പോവാ. ബൈ. എന്തായാലും ഇന്ന് ജൂനിയേഴ്സൊക്കെ വരുന്നില്ലേ, കുറച്ച് പേരെ നമുക്ക് തൂക്കാം. ഡാ കൊച്ചെറുക്ക, നീ വന്നേ. പേരെന്നാ നിൻ്റെ? അവൻ്റെ പേര് ജസ്റ്റി എന്നാ ചേട്ടാ. എൻ്റെ പേര് മാത്യു. സ്നേഹമുള്ളവർ മാത്തുക്കുട്ടിന്നും വിളിക്കും. ഡാ കൊച്ചെറുക്ക, കൂടുതൽ ഓവർ സ്മാർട്ട് ആകല്ലേ കേട്ടോ. നിൻ്റെ പേര് ചോദിച്ചൊന്നും ഇല്ലല്ലോ. അതെന്നാ, അവന് നാക്കില്ലേ? ഊമയാണോ? അവൻ സംസാരിക്കും, പക്ഷെ എല്ലാവരോടും ഇല്ലെന്നേ ഉള്ളൂ. എടാ ജസ്റ്റിനെ, നീ പേടിക്കൊന്നും വേണ്ട. ഈ ചേട്ടനൊന്നും ചെയ്യത്തില്ല. കണ്ടാലേ അറിയാം, ഒരു മുയലും കുഞ്ഞിനെ പോലെ ഒരു സാധനം. ഇതൊക്കെ ആരെങ്കിലും സീനിയറാന്ന് പറയൂ? ഡാ കൊച്ചേർക്ക, കൂടുതൽ കളിക്കല് കേട്ടോ. നിന്നെ ഞാൻ വന്നപ്പോൾ തൊട്ട് നോക്കുന്ന, ഇച്ചിരി അളക്കം കൂടില്ല. ദേ ഇവനെ ബോക്സറാ. ഇവൻ്റെ ഒരു കഴിക്കില്ല നീ. അല്ലേടാ സൂബിനെ? ഡാ സൂബിനെ, ഡാ. സുവിനെ, ഡാ. ഹാടാ, കേൾക്കുന്നുണ്ട്, നീ പറ. അയ്യോ ചേട്ടാ, ഒന്നും ചെയ്യല്ലേ. എൻ്റെ പേര് ജസ്റ്റീന്ന്. അപ്പം നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാം. നിനക്ക് എന്തേലും തരണമല്ലോ. എന്തായാലും എന്നെയല്ല, ഇവനെ ഒന്ന് പ്രപ്പോസ് ചെയ്യ് നോക്കട്ടെ. ഇതിനെയൊക്കെ കണ്ട ആർക്കെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ തോന്നുമോ? മൊയിലും കുട്ടീനെ പോലെ ഒരു സാധനം. നീ ഈ ചേട്ടന് ചെയ്താൽ മതി. ഡാ, നിന്നെ പിന്നെ കണ്ടാലും മതി. മത്തങ്ങ പോലത്തെ 2 കണ്ണും മൂക്കും പറയണ്ട. 5-6 പേർക്ക് കയറിപ്പോകാം. അല്ലേടാ സൂബിനെ? ഇതിലും ഭേദം എൻ്റെ സൂബിനാ, അല്ലേടാ? അതെ, സൂബി. അത് ഞാനല്ലേ? പോടാതെണ്ടി.
ഈ ചിരിക്കുന്ന മുതലിനെ എനിക്ക് തന്നെ തരണേ കർത്താവേ. ഓ എന്താ ചെക്കൻ്റെ ചിരി, മനുഷ്യൻ്റെ കൺട്രോളുകളെ. പോടോ, തനിക്ക് അസൂയ. ഞാൻ ഇന്നലെയും കൂടി ഫേഷ്യൽ ചെയ്തേ ഉള്ളൂ. പോടോ മൂലം കുഞ്ഞെ. എന്തിനാടാ മോനെ ഇതൊക്കെ ചെയ്ത് പൈസ കളയുന്നത്? വല്ല നേർച്ചപ്പെട്ടി ഇട്ട് കഴിഞ്ഞാൽ വല്ല പുണ്യവും കിട്ടും. അല്ലാണ്ട് ഈ മൂഞ്ചിയൊന്നും മാറാൻ പോണില്ല. ആ മതി മതി, ബെല്ലടിക്കാറായി, ക്ലാസ്സിൽ പോവാം. പൊക്കോ എന്നാ, നിന്നെയൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം. എന്നാ ശരി മുയലെണ്ണോ. ഡാ, നിന്നെ ഞാനുണ്ടല്ലോ. കുക്കി മതിയടാ, വിട്ടേക്കടാ, ക്ലാസ്സിൽ പോവാം. എന്നാ ബോറിങ് ക്ലാസ് ആയിരുന്നു, ഞാൻ മടുത്തു. പിന്നെ എനിക്കോ, ക്ലാസ് തുടങ്ങിയത് ഞാൻ ഉറങ്ങി. നിന്റെ ചേട്ടൻ വന്നെന്നാ തോന്നുന്നേ. ഇയാൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഇനി നാട്ടുകാർ മൊത്തം എൻ്റെ പുറകെ നടക്കും ഇയാളുടെ നമ്പർ ചോദിച്ച്. ഞാൻ നോക്കുന്ന പെണ്ണുങ്ങളോ ആണുങ്ങളോ ഇയാളുടെ പുറകെ പോകാതിരുന്നാൽ മതിയായിരുന്നു. എന്നാ നീ ചെല്ലടാ, എൻ്റെ ചെക്കൻ പോയോ ആവോ? ഏത് ചെക്കൻ? അതൊന്നും ഇല്ലടാ, നിന്റെ ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നു, നീ അങ്ങ് ചെല്ല്. ഡാ മോനെ സുബിനെ, നീ എനിക്കിട്ടാക്കല്ലേ. നീ നിക്കറിട്ട് നടക്കുന്ന കാലം തൊട്ട് എനിക്ക് നിന്നെ അറിയാം. ഞാൻ രാവിലെ കണ്ട ചെക്കൻ്റെ പേരെന്നാ, ജൂനിയർ ചെക്കൻ. അവിടെ വായും പൊളത്തി നോക്കിയിരുന്നപ്പോഴേ ഞാൻ ഓർത്തതാ. ജസ്റ്റിൻ. മനസ്സിലാക്കി കളഞ്ഞല്ലേ കുട്ട. കണ്ടായിരുന്നല്ലേ ഇയാളെ കൊണ്ട്. എടാ ഞാൻ പോവുക, നാളെ കാണാം. എന്തിനാ ഇങ്ങനെ ഹോൺ അടിച്ച് പൊട്ടിക്കുന്നേ? ഞാൻ വരത്തില്ലേ? നിനക്ക് വരാൻ ഇത്ര താമസം എന്താ? എൻ്റെ പൊന്നിച്ചായ, ഇനി ദേഷ്യപ്പെടണ്ട, ബാ പോകാം. നാളെ തൊട്ട് നീ കറക്റ്റ് ടൈമിൽ വന്നോണം. നിന്നെ നോക്കിയിരിക്കലല്ല ഞങ്ങളുടെ പണി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മോനെ കുക്കി, നിന്റെ വായ്നോട്ടൊക്കെ എങ്ങനെ പോണു? ഒന്നും അങ്ങോട്ടങ്ങ് സുഖമില്ല ചായ. പിന്നെ സുഖം കിട്ടില്ല. ഇപ്പം തന്നെ എത്ര എണ്ണം ഉണ്ട്? ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ ചായ? ഞാനൊന്നും പറയുന്നില്ല, വല്ലോൻ്റെ നിന്ന് കിട്ടുമ്പോൾ പഠിച്ചോളൂ ഇതൊക്കെ. അതിനെനിക്കെന്ത് പറ്റാനാ? അതിനല്ലേ എനിക്ക് ഇച്ചായമാരുള്ളേ. എന്താ നീ വല്ലതും പറഞ്ഞായിരുന്നോ? അതുണ്ടല്ലോ ഇച്ചായ, അഗസ്തി ചായ കാണൂന്നാ പറഞ്ഞ. എൻ്റെ പൊന്നോ. അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം. നിനക്ക് പറ്റിയ ഒരാൾ കിട്ടുന്നവരേ ഉള്ളൂ നിന്റെ ഈ ഇളകൻ ചേർക്ക. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ മയില്? ഇതിലും വേദം എൻ്റെ കോളേജിലൊക്കെ ഇളവൻ പ്രൊഫസറായിരുന്നു. നീ വല്ലതും പറഞ്ഞായിരുന്നോ? നല്ല മഴക്കാറുണ്ടെന്ന് പറഞ്ഞ എൻ്റെ പൊന്നോ. അങ്ങനെയായാൽ നിനക്ക് കൊള്ളാം. എൻ്റെ പൊന്നമ്മ, ഈ സാധനം ഒന്നും വേണ്ട, ഇതൊക്കെ ഞാൻ കഴിക്കുമെന്നാണ്. കുറച്ചേ ഉള്ളടാ അലക്സി. അല്ല, നിന്റെ ഫ്ലൈറ്റ് എപ്പോഴാ? നാളെ മോർണിംഗ് 8 മണിക്ക്. എന്നാൽ ഇച്ചായം കടന്നു, രാവിലെ പോകണ്ടേ അല്ലേ? ശരി, ബേബി പോയി കടന്നോ. ഗുഡ് നൈറ്റ്. എന്നാൽ ശരി ചായ. അവിടെ എത്തിയിട്ട് വിളിക്കണേ. പിന്നെ എറുക്കിച്ചായനെ തിരക്കിയെന്നും പറയണം. പ്രൊഫസറല്ലേ, ബിസി ആയിരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം. ഇച്ചായ. ബേബി കരയാതെ, ഇപ്പം ഫ്ലൈറ്റിന് സമയമായി. ചായൻ ചെന്നിട്ട് വിളിക്കാം. എൻ്റെ പൊന്നെറിക്കേ, നിനക്ക് ഫോൺ വിളിച്ചാൽ എടുത്താൽ എന്താ? എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അതാ ഫോൺ ഓഫാക്കി വെച്ചേ. നീ എന്നെ ഇങ്ങോട്ട് വന്ന എന്തേലും കാര്യമുണ്ടോ? അത് പിന്നെ നിന്റെ കൂടെ നിൽക്കാനല്ലേ ഞാൻ തീരുമാനിച്ചേ. റൂമിൻ്റെ കീ നിൻ്റെ കയ്യിലല്ലേ. പിന്നെ ബേബി നല്ല വഴക്കായിരുന്നു, ഇച്ചായൻ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇച്ചായൻ അറിയാലോ ബേബി പിള്ളേരെക്കാൾ കഷ്ടമെന്ന്. ഒന്ന് കാണാൻ വന്ന എന്താ? ഞാൻ ശരിക്കും ബിസി ആയിരുന്നു. നിനക്കറിയാലോ, ഒരു പ്രൊഫസർ ആയാലുള്ള തിരക്കൊക്കെ. ഒന്നാമത് എക്സാമും കൂടിയായിരുന്നു. ബേബിനെ നമുക്ക് ഇവിടെ ചേർക്കാം. ഈ കോളേജ് നല്ലതാ, ഞാനും ഉണ്ടല്ലോ ഇവിടെ. നിനക്കറിയാലോ അവന് നീ ഇല്ലാതെ പറ്റത്തില്ലെന്ന്. അവന് ഞാനില്ലേലും കുഴപ്പമില്ല. അത് മതി, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. എന്നാ ശരിടാ. ബോസ് വിളിച്ചില്ലല്ലോ. എടോ, താൻ എവിടെ നോക്കിയാടോ നടക്കുന്നേ? രണ്ടുണ്ട കണ്ണുണ്ടല്ലോ. നീ എവിടെ നോക്കിയാടാ നടക്കുന്നേ? എൻ്റെ പൊന്നെ, ഇതിനെ കാണാൻ മാത്രമേ ഉള്ളൂ ലുക്ക്. വായിന്ന് വരുന്നു. നീ വല്ലതും പറഞ്ഞോ? താൻ
താനല്ലേ എന്നെ വന്ന് ഇടിച്ചേ, തനിക്കെന്നെ അറിയത്തില്ല ഞാൻ ആരാന്ന്. ഡാ നീ കുറെ നേരമായി നീ ചലക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് ഞാൻ ആരാന്നറിയാവോ? താൻ ആരാ എനിക്കെന്നാ? ഇനി താൻ എന്തിനാ ഇങ്ങനെ അടുത്തൊക്കെ വരുന്നേ? ഹലോ ബോസ്, അലക്സി, വേർ ആർ യു? ഞാനിവിടെ ഒരു കോളേജിൽ വന്നേക്കുവാ. വിച്ച് കോളേജ്? സെൻറ്റ് സേവിയേഴ്സ് കോളേജ്. എനിത്തിങ് ഇമ്പോർട്ടൻറ്റ്? ദെൻ ഡൂ മീ എ ഫേവർ. വാട്ട് സാർ? എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. സോ എൻ്റെ അനിയനെ നീ ഒന്ന് പിക്ക് ചെയ്യണം. ഇയാൾ ആരും ഇത്ര നേരം വിളിക്കുന്നേ? കാണാനൊക്കെ കൊള്ളാം. ചൂടനാണെന്ന് തോന്നുന്നു. എന്നാലെന്താ, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ പീഡിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഇയാൾക്ക് എന്നെ ശരിക്കും അറിയത്തില്ല. ഞാൻ പിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ബോസ്. ഇവനോ? ഈശ്വര, ഈ കുരിശോ? ഫോട്ടോയ്ക്കകത്തൊക്കെ കാണാൻ ക്യൂട്ടാ, പക്ഷെ വായിന്ന് വരുന്നോ പറ്റ തള്ള സഹിക്കുകയല്ല. താൻ ആരെ വിളിച്ചുകൊണ്ടിരിക്കുക? കുറേ നേരമായല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എത്ര നേരം ഞാൻ പറയുന്നേ? താനല്ലേ ഇങ്ങോട്ട് വന്ന് ഇടിച്ചു, എന്നിട്ട് കുറ്റം എൻ്റെ തലയിൽ. എത്ര നേരമാണെന്ന് വെച്ചാൽ സഹിക്കുക? ഡോ, തന്നോടല്ലേ ചോദിക്കുന്നത്? അല്ലേലും താനൊന്നും മിണ്ടത്തില്ല. കാരണം തൻ്റെ ഭാഗത്തല്ലേ തെറ്റി. എടോ, താൻ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണേ? വല്ല തട്ടിക്കൊണ്ട് വല്ലതും പോവുകയാണോ? എന്നെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, ഒന്നും കിട്ടത്തില്ല. എൻ്റെ ചേട്ടന്മാരുടെ കയ്യില്ല സ്വത്ത് മൊത്തം, അവരെ തട്ടിക്കൊണ്ട് പോക്ക്. എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് പോകണം? അയ്യോ, നാട്ടുകാരെ ഓടി വരണേ. മിണ്ടാതിരുന്നോണം. എനിക്കിങ്ങനെ കിടന്ന് ചലക്കുന്ന ഇഷ്ടമല്ല. ഐ ആം ഡൂയിങ് മൈ ജോബ്. നിന്റെ ചേട്ടൻ പറഞ്ഞിട്ടാ നിന്നെ കൊണ്ടുപോകാൻ വന്നേ ഞാൻ. ഇയാൾ എന്തിനാ ഇത്ര അടുത്ത് വന്നിരിക്കുന്നേ? ഇയാളെ കാണാൻ എന്നാ രസം അടുത്ത്. എൻ്റെ കൺട്രോള് ദൈവങ്ങളെ, കൺട്രോള് തരണേ. ഇയാളുടെ മുഖത്ത് എത്ര മറുക, കണ്ണീര്, മൂക്കേല്, പിന്നെ ലിപ്സിൽ. അപ്പോൾ താനാണോ ഇച്ചായൻ്റെ മാനേജർ? ഇച്ചായൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. തനിക്കത് നേരത്തെ പറഞ്ഞൂടെ? ഞാനോർത്ത് എന്നെ ആരാണ്ട് തട്ടിക്കൊണ്ട്. ഇനി നീ എന്നെ കൊണ്ട് പറയാൻ സമ്മതിക്കണ്ടേ. കാറിൽ കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഈ ചലപ്പ്. എൻ്റെ ജോലിയായിപ്പോയി, അല്ലേ കാണിച്ചു തരാം. നീ പേടിക്കണ്ട, നിന്നെ ആരും തട്ടിക്കൊണ്ട് പോകത്തില്ല. നിന്നെ ഇനി തട്ടിക്കൊണ്ട് പോയാൽ തന്നെ അവർ തിരിച്ചു പൈസ തന്നിട്ട് കൊണ്ടുവിടത്തേ ഉള്ളൂ. ആ വായൊന്ന് കുറച്ച് നേരമെങ്കിലും ഉണ്ടായിരുന്നോളൂ. കുറേ നേരമായാൻ തുടങ്ങിയിട്ട്. താൻ എന്നാ ചെയ്തേനെ? അപ്പം മിണ്ടാതൊക്കെ ഇരിക്കാൻ അറിയാം. അത് പിന്നെ താൻ ഇത്ര അടുത്ത് വന്നോണ്ടല്ലേ. വീട്ടിൽ ചെല്ലുന്ന വരെ നീ മിണ്ടാതിരുന്നോണം, അല്ലെ നീ എന്നെ അറിയും. ആ മനസ്സിലായി. ഒന്ന് മാറിക്കേ. കടന്നിറങ്ങാതെ വീടെത്തി ഇറങ്ങ. ഓ, പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഇനിയും ചിലയ്ക്കും. താൻ എന്നാ ചെയ്യും? നിന്നെ ഞാൻ പോടോ കടുവേ.